വെൽക്കം ഡിയർ ലേണേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റിയിലെ ലാബ് അസിസ്റ്റന്റ് എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ടോപ്പിക്കുകളാണ്. അതിൽ ബോട്ടണിയിൽ നിന്ന് മൊഡ്യൂൾ 3 ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഈ മൊഡ്യൂൾ 3 ഇന്ന് 1 മാർക്കിന് ചോദ്യം ഉണ്ടാവുന്നതാണ്. അപ്പം അതിൽ യു ഹാവ് ടു സ്റ്റഡി സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പൊ അതില് ആ ചാപ്റ്ററിൽ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, ആ പേരും തന്നെ അറിയാം അല്ലെ. വിവിധ സ്ട്രാറ്റജീസ്, നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫോർ ദിസ് വി ഹാവ് ടു നമുക്ക് ധാരാളം ഫുഡ് ആവശ്യമായിട്ട് വരും. അപ്പം ഈ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തു പോവുകയാണ്, അല്ലെങ്കിൽ മൃഗങ്ങളെ പരിപാലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഈ പോപ്പുലേഷനെ മീറ്റ് ചെയ്യാൻ മാത്രമുള്ള ഫുഡ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പം വേരിയസ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പല മെത്തേഡ്സും പല അതായത് ബ്രീഡിംഗ് ടെക്നിക്സ്, അതുപോലെ ടിഷ്യൂ കൾച്ചർ ടെക്നിക്സ്, ഫാം മാനേജ്മെന്റ്, അപ്പൊ അതെല്ലാം അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈൽഡ് കൂട്ടാൻ പറ്റുള്ളൂ. ഈ നമ്മുടെ പോപ്പുലേഷന് വേണ്ട മാത്രമുള്ള ഫുഡ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാണ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മൃഗപരിപാലനം അല്ലെ. അപ്പൊ ഈ അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, അപ്പൊ അതില് മൃഗങ്ങളെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മൃഗങ്ങൾ, ഇപ്പൊ നമ്മൾ അതായത് പല മൃഗങ്ങളെയും ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്, മീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഗ്, പിന്നെ പല പ്രോഡക്ട്സും ഒക്കെ നമ്മൾ അതായത് ഈ എന്താ മോഡിഫൈഡ് പ്രോഡക്ട്സ് ഒക്കെ ഈ ആനിമൽസ് നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മൃഗങ്ങളെയൊക്കെ ആവശ്യമുണ്ട്, അതിനെ വളർത്തുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷനും ഈൽഡും കൂട്ടണമെങ്കിൽ വി ഹാവ് ടു അപ്ലൈ സർട്ടൻ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഫോർ ദി ഇൻക്രീസ്. ഈ മൃഗങ്ങളുടെ അതായത് പരിപാലിച്ചു പോന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ പോപ്പുലേഷനൊക്കെ അതായത് പോപ്പുലേഷൻ കൂടുതൽ ലൈഫ് സ്റ്റോക്കിന് റേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലൈഫ് സ്റ്റോക്ക്, ദാറ്റ് ഈസ് വി ഹാവ് ടു റേസിംഗ് ദ ലൈഫ് സ്റ്റോക്ക്. ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ പെടും? അതായത് കന്നുകാലികൾ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പം സാധാരണ വളർത്തുന്ന ഈ പിഗ്, അതായത് ഷീപ്പ്, ക്യാമൽ, ഗോട്ട്. ക്യാമൽ നമ്മുടെ അവിടെ ഇല്ല, എന്നാലും കൗ, അങ്ങനെയുള്ളതെല്ലാം ലൈഫ് സ്റ്റോക്കിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ പൗൾട്രി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളതാണ് ദിസ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. അതില് ഇതില് 70% ഓഫ് ദ വേൾഡ് ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ പെടുന്നത് ഇന്ത്യയിലും ചൈനയിലുമാണ്. പക്ഷെ ഇന്ത്യയിൽ എന്ന് പറയുന്നത് വളരെ പോപ്പുലേഷൻ കൂടുതലാണെങ്കിലും തന്നെ അതിൽ 25% മാത്രമേ നമുക്കിവിടെ പ്രൊഡക്ടിവിറ്റി ഉള്ളൂ. കാരണം വേരിയസ് പ്രിൻസിപ്പിൾസ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് എങ്ങനെയാ ചിലപ്പോൾ ഈൽഡ് അത്രത്തോളം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെയൊക്കെ മൃഗങ്ങളെല്ലാം പരിപാലിച്ച് പോകണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടി എടുക്കാൻ പറ്റുള്ളൂ, ബൈ അപ്ലൈയിങ് സർട്ടൻ സയന്റിഫിക് പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പം then next we can see how we can manage the farm and farm animals.
അപ്പൊ ഈ ഫാം ആനിമൽസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ദ മാനേജ്മെന്റ് ഓഫ് ആനിമൽസ് ഫോർ മിൽക്ക് ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. അപ്പൊ അതിനെന്തെന്നാ പറയുന്നത്? ആനിമൽ ബ്രീഡിംഗ്, ഡയറിങ്, ഡൊമസ്റ്റിക്കേഷൻ, ആനിമൽ ഹസ്ബൻഡറി. ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്താന്ന് പറഞ്ഞു. അപ്പൊ മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫാം ആനിമൽസിനെ മാനേജ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പറയുന്നത് ഡയറിങ്. ഓക്കെ. അപ്പൊ ഈ ഡയറിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാളിറ്റി ഓഫ് ബ്രീഡ്. അപ്പം സാധാരണ നോർമൽ രീതിയിലുള്ള പശുവിനെയൊക്കെയാണ് നമ്മൾ വളർത്തിയെങ്കിൽ അതിന്ന് അത്രമാത്രം ഈൽഡ് ഒന്നും കിട്ടില്ല. അപ്പം നല്ല രീതിയിൽ പുതിയ വെറൈറ്റീസ് ഓഫ് കാറ്റിൽ വളർത്തിയാൽ മാത്രമേ വിൽ ഗെറ്റ് ഗുഡ് ക്വാളിറ്റി ഓഫ് മിൽക്ക് ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ്. ഓക്കെ. അപ്പൊ കാറ്റിൽ പരിപാലിക്കുന്ന രീതി നമുക്ക് മിൽക്കിനും ബാക്കി മിൽക്ക് പ്രോഡക്ട്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കാറ്റിലിനെ പരിപാലിക്കുന്ന ആ രീതിനെയാണ് പറയുന്നത് ഡയറിങ്. ഓക്കെ. മാനേജ്മെന്റ് ഓഫ് ആനിമൽസ് ഫോർ ഇൻക്രീസിംഗ് ഈൽഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് മിൽക്ക് ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ്. ക്ലിയർ ആയില്ലേ? പിന്നെ അടുത്തതാണ് പൗൾട്രി മാനേജ്മെന്റ്. പൗൾട്രി. ഇപ്പൊ പൗൾട്രിയിൽ എന്താണ്? പൗൾട്രിയിൽ വി ആർ ഡൊമസ്റ്റിക്കേറ്റിംഗ് ബേർഡ്സ്. ബേർഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ബേർഡ്സും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താണ് ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്ന ബേർഡ്സ്, അതായത് ചിക്കൻ ഉണ്ട്, ഡക്ക് ഉണ്ട്, ടർക്കി ഉണ്ട്, ഗീസ് ഉണ്ട്, അങ്ങനെയുള്ള ബേർഡ്സിനെ എല്ലാം നമ്മൾ ദാറ്റ് ഈസ് വി ആർ ഡൊമസ്റ്റിക്കേറ്റിംഗ്. നമ്മൾ വീട്ടിൽ വളർത്തുന്നു, കോഴി വളർത്തൽ അല്ലേ, മൃഗങ്ങളെ, പക്ഷി വളർത്തുന്നത്, അതിനെയാണ് പൗൾട്രി. അപ്പൊ ഈ പൗൾട്രിയിൽ നമ്മൾ ഇത്രയും ബേർഡ്സിനെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പൊ അതിന് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ബേർഡ്സ് ഉണ്ട്. അപ്പം പൗൾട്രി പൗൾട്രീനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ബേർഡ്സിനെ നമ്മൾ മാനേജ് ചെയ്യണം. അപ്പൊ അതിന് സേഫ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ വളർത്തണം. അതിന് വേണ്ട വെള്ളവും അതിന്റെ ഹൈജീൻ ഒക്കെ നോക്കണം. നല്ല ഹെൽത്ത് കെയറിൽ, അതായത് രോഗമുണ്ടോ, വാക്സിനേറ്റ് ചെയ്യുന്നുണ്ടോ, വാക്സിനേറ്റ് ചെയ്യണം സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഈ ബേർഡ്സ് നല്ല ഈൽഡ് ഒക്കെ കിട്ടുള്ളൂ. രോഗം വരാതെ സൂക്ഷിച്ച് നമുക്ക് അതിനെ വളർത്താനൊക്കെ പറ്റുള്ളൂ. ഓക്കെ. അപ്പം സി ദ പൗൾട്രി വിച്ച് ആർ കോൾഡ്, ക്ലിയർ ആവുന്നില്ല, സോറി, ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. അതായത് കോഴി, അതായത് ബ്രോയിലേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ലെയേഴ്സ് ഉണ്ട്, അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പൊ ലെയേഴ്സ്, അപ്പം ഈ നമ്മള് അതായത് മീറ്റിനും എഗ്ഗിനും വേണ്ടി വളർത്തുന്ന പൗൾട്രീനെയാണ് പറയുന്നത് ലെയേഴ്സ്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലെയേഴ്സ്? ലെയേഴ്സിന്റെ ക്യാരക്ടേഴ്സ് എന്താണ് നല്ല? അപ്പൊ ഫീമെയിൽസ് ഹാവിംഗ് എ ഹൈ റേറ്റ് ഓഫ് എഗ് പ്രൊഡക്ഷൻ, they are never vaccinated, birds are given a fresh and balanced diet, the best layers belongs to white lagoon. അപ്പൊ ലയൺ, അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? അപ്പൊ ഈ വാക്സിനേറ്റ് ചെയ്യാത്ത, അതായത് ഈ ദിസ് വാക്സിനേറ്റ്, ദേ ആർ നെവർ വാക്സിനേറ്റഡ്, ലെയേഴ്സിനെ ഒരിക്കലും വാക്സിനേറ്റ് ചെയ്യാത്ത ബേർഡ്സ് അല്ല, അവർ വാക്സിനേറ്റ് ചെയ്തതാണ്, ഫീമെയിൽസ് ആണ് ലെയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ബെസ്റ്റ് ലെയേഴ്സ്, വൈറ്റ് ലഗോണിനെയാണ് ലെയേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ബ്രോയിലേഴ്സ് എന്ന് പറയുന്ന, അതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു ബ്രോയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന്. അപ്പൊ ബ്രോയിലേഴ്സ് എന്ന് പറയുന്ന എഗ്ഗിനും മീറ്റിനും വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ദാറ്റ് ഇസ് പൗൾട്രീനെയാണ് ബ്രോയിലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Then next we can go to animal breeding. അപ്പൊ ഇനി ആനിമൽ ബ്രീഡിംഗ് എന്താന്ന് നോക്കാം. നമ്മളിപ്പോ ആനിമൽ ഹസ്ബൻഡറി ആണ് പറഞ്ഞത്, അതില് പൗൾട്രി മാനേജ്മെന്റ് പറഞ്ഞു. ഇപ്പൊ ആനിമൽ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാല്, അപ്പൊ ഒരു
ബ്രീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് റിലേറ്റഡ് ബൈ ഡിസെന്റ് ആൻഡ് സിമിലർ ജനറൽ അപ്പിയറൻസ് ഫീച്ചേഴ്സ് സൈസ്. അപ്പൊ അതിനെയാണ് ബ്രീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ മുന്നേ പൗൾട്രീനെ പറഞ്ഞിരുന്നു. പൗൾട്രി പറഞ്ഞപ്പം ഇപ്പൊ നിങ്ങൾക്കറിയാം വൈറ്റ് ലഗോൺ എന്ന് പറയുന്നത് ഒരു ബ്രീഡാണ്. അപ്പൊ അതില് തന്നെ ഇപ്പൊ ഗിരിരാജൻ എന്ന് പറയുന്നത് ഒരു ബ്രീഡാണ്. അപ്പൊ ആ ഒരു അല്ലെങ്കിൽ ഗോട്ട് ജംന പ്യാരി എന്ന് പറയുന്നത് ഒരു ബ്രീഡാണ് അല്ലെ. അപ്പൊ ഈ ബ്രീഡിന് ഒരു പർട്ടിക്കുലർ ആ ബ്രീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ ബ്രീഡിനും ഒരേ സിമിലർ ജനറൽ അപ്പിയറൻസ് ആയിരിക്കും, ഒരേ ആൻസിസ്ട്രി എന്നായിരിക്കും അത് വന്നിട്ടുണ്ടാവുക, അതിന് ഒരേ ഫീച്ചേഴ്സ് ആയിരിക്കും, സൈസ് ഒക്കെ ഒരേപോലെ ഇരിക്കും. അതിനെയാണ് ബ്രീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. ബ്രീഡ്, സോ അതാണ് ബ്രീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രീഡ് എന്താന്ന് ചോദിക്കുന്നതാണ്. എന്താണ് ബ്രീഡ് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ വാട്ട് ഈസ് എ ബ്രീഡ്? ബ്രീഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ ബ്രീഡ്? ആനിമൽസ് റിലേറ്റഡ് ബൈ ഡിസെന്റ്, ആനിമൽസ് റിലേറ്റഡ് ബൈ അൻ അസെന്റ്, ആനിമൽസ് നോട്ട് റിലേറ്റഡ് അറ്റ് ഓൾ, ക്ലോൺ ഓഫ് ആനിമൽസ് ആണോ? ആൻസർ അപ്പൊ എന്തായിരിക്കും? ക്ലോൺ ഓഫ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഇങ്ങനെ എല്ലാം ഒരേപോലെ ഇരിക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ അങ്ങനെയല്ലല്ലോ. ദാറ്റ് ഈസ് മേറ്റിംഗ് ഒക്കെ വഴി ഉണ്ടായതാണ്. അപ്പം ഹിയർ ആൻസർ വിൽ ബി ദാറ്റ് ഈസ് ആനിമൽസ് റിലേറ്റഡ് ബൈ ഡെസെന്റ്. അപ്പൊ അതാണ് ബ്രീഡ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രീഡിങ്, ഇപ്പൊ നമ്മൾ പുതിയ പുതിയ ബ്രീഡ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കും അല്ലെ. അപ്പൊ ഈ ബ്രീഡിങ് എങ്ങനെയാണ് നടക്കുന്നത്? ബ്രീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം ടു മേക്ക് ദാറ്റ് ഓർഗാനിസം മോർ യൂസ്ഫുൾ ഫോർ ഹ്യൂമൻസ്. അപ്പൊ മനുഷ്യന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം കുറച്ച് ഇത് ഈൽഡ് കുറഞ്ഞ ഒരു ഏതെങ്കിലും ഒരു ആനിമൽ ആണെന്ന് വെച്ചോ. അപ്പൊ അതിന്റെ ജീനോടൈപ്പിനെ മോഡിഫൈ ചെയ്യുക. ജീനോടൈപ്പിനെ മോഡിഫൈ ചെയ്യുമ്പോൾ നോർമലി ചിലപ്പോൾ ഫീനോടൈപ്പിൽ മോഡിഫൈഡ് ആയി കാണും. അപ്പൊ അതിന്റെ ഈൽഡോ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ട്രേറ്റ് എടുത്തിട്ട് നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യുന്നു. അങ്ങനെ ആ മോഡിഫൈ ചെയ്തിട്ട് അതിനെ പുതിയ ബ്രീഡായിട്ട് റിലീസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു പ്രോസസ്സിനെയാണ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആനിമൽ ബ്രീഡിങ്ങില് we are raising new breeds for the increase in quality of breed. ഇപ്പൊ ഈ ബ്രീഡ് ചെയ്യുന്നത് ആനിമൽ ബ്രീഡിംഗ് എന്നതിൽ നമ്മളിപ്പോ ഇൻക്രീസിങ് ഈൽഡ് അതുപോലെ തന്നെ ഡിസൈറബിൾ ക്വാളിറ്റീസ്, എന്ത് ക്വാളിറ്റിയാണ് നമുക്ക് ആവശ്യം ആ ക്വാളിറ്റീനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇംപ്രൂവ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ പുതിയ ബ്രീഡ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ ഈ ബ്രീഡിംഗ്, അപ്പൊ അങ്ങനെയാണ് ബ്രീഡിങ്ങിൽ രണ്ട് തരത്തിലുള്ള ബ്രീഡിംഗ് ഉണ്ട്. ഒന്നാണ് ഇൻ ബ്രീഡിംഗ് ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഔട്ട് ബ്രീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഇൻ ബ്രീഡിംഗ്, അനദർ വൺ ഇസ് ഔട്ട് ബ്രീഡിംഗ്. അപ്പൊ ഇൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാല് അപ്പൊ അവിടെ അകത്ത് തന്നെ, അതിനകത്ത് തന്നെ എന്ന് വിചാരിച്ചാൽ മതി. അതായത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് തമ്മിൽ ഉള്ള ബ്രീഡിംഗ് നടത്തുന്നത്. അതായത് ഇപ്പം കുറച്ച് ഫാർ ജനറേഷനിലുള്ള ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ, അതായത് ഇപ്പം ഒരു സെയിം ലെവൽ ഓഫ് ജനറേഷൻ തമ്മിലുള്ള ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ്, ഈ സിബ്ലിങ്സ് തമ്മിലുള്ള മീറ്റിംഗ് ചെയ്യിക്കുക അങ്ങനെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള ബ്രീഡിങ്ങിനെയാണ് ഇൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിക്കുന്നത് എങ്ങനെ? 4-5 ജനറേഷൻസ് അങ്ങനെ തന്നെ സെയിം ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുന്നു. അതിപ്പോ പല ആനിമൽസിലും ചെയ്യുന്നതാണ്. ഇപ്പം ഡോഗിലൊക്കെ ചെയ്യുന്നതാണ് ഇൻ ബ്രീഡിങ്. ഓക്കെ, അപ്പം അങ്ങനെ ഇൻബ്രീഡിങ് ചെയ്യുന്നുണ്ട് ആനിമൽസിന്. അപ്പൊ ഈ അങ്ങനെ ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യുന്നത് തന്നെയാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഇൻബ്രീഡിംഗ് എന്താ? സുപ്പീരിയർ മെയിലും സുപ്പീരിയർ ഫീമെയിൽസും, ഓക്കെ, അത് ഈ സുപ്പീരിയർ മെയില്, അതായത് നല്ല ക്വാളിറ്റി ഉള്ള മെയില്, നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിലിനെ നമ്മൾ പെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആനിമൽ അതായത് മെയിലും ഫീമെയിലും ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ആ മെയിലും ഫീമെയിലിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് രണ്ട് തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ മെയിൽ ആൻഡ് ഫീമെയിൽ ഓഫ് 2 സുപ്പീരിയർ ക്വാളിറ്റി വിൽ ബി ടേക്കൺ. അപ്പൊ അങ്ങനെ രണ്ട് സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ മേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് ഇൻബ്രീഡിംഗ്.
മനസ്സിലായോ? ഇൻബ്രീഡിങ്. അപ്പൊ ആ പ്രോജനി എന്താ? മെയിലും ഫീമെയിലും സുപ്പീരിയർ ആണ്. അപ്പൊ അതിന് കിട്ടുന്ന റിസൾട്ടന്റ് വിൽ ഓൾസോ ബി സുപ്പീരിയർ. അപ്പം സുപ്പീരിയർ ഫീമെയിലും സുപ്പീരിയർ മെയിലും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഒരു സുപ്പീരിയർ പ്രോജനി കിട്ടി. ഇപ്പൊ കാവും ബുള്ളും എടുക്കുകയാണെങ്കിൽ അപ്പൊ സുപ്പീരിയർ പ്രോജനി. അപ്പൊ പ്രോജനിക്ക് എന്ന് പറയുന്ന ഈ രണ്ടിന്റെ സുപ്പീരിയർ ക്യാരക്ടർ അതിലേക്ക് അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ദാറ്റ് ഇസ് ഡൺ ഇൻ ഇൻബ്രീഡിങ്. കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈൽഡും ക്വാളിറ്റിയും ഫെർട്ടിലിറ്റി ഒക്കെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അപ്പൊ ആ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട് ക്രോസിംഗ് അല്ലെങ്കിൽ ഔട്ട് ബ്രീഡിങ് ചെയ്യുന്നത്. അപ്പൊ ഔട്ട് ബ്രീഡിങ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ ഇൻബ്രീഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് വെച്ചാൽ അൺറിലേറ്റഡ് ആനിമൽസിനുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് ഔട്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഈ ഔട്ട് ക്രോസിംഗ് തന്നെ 3 തരത്തിലുണ്ട്. ഓക്കെ, സോറി, ഔട്ട് ബ്രീഡിങ് തെറ്റിപ്പോയി. അപ്പൊ ഔട്ട് ബ്രീഡിംഗ് ആണ് 3 തരത്തിലുള്ളത്: ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അൺറിലേറ്റഡ് ആനിമൽസുമായിട്ട് ക്രോസ് ചെയ്യുന്നത് ഔട്ട് ക്രോസിംഗ്, അൺറിലേറ്റഡ് ആനിമൽസ് തന്നെ ക്രോസ് ബ്രീഡിങ്ങും അതുപോലെ ഇന്റർ സ്പെസിഫിക്, ഇതെല്ലാം അൺറിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് തമ്മിൽ ക്രോസ് ചെയ്യുന്നത്. അതിനൊന്നിച്ച് അപ്പൊ ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ഔട്ട് ക്രോസിംഗ് എന്ന് പറയുന്നതിൽ എങ്ങനെയാണ്? ഹിയർ മേറ്റിംഗ് ഓഫ് ആനിമൽസ് വിത്തിൻ ദി സെയിം ബ്രീഡ്, ഒരേപോലത്തെ ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് ഔട്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ വ്യത്യസ്തം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, ആൻസിസ്റ്റേഴ്സ് ഒന്നും ഒരുപോലെ ആയിരിക്കില്ല. ഒരു 3-4 ജനറേഷൻ അതിന്റെ ആൻസിസ്റ്റേഴ്സ് വ്യത്യാസമായിരിക്കും. ഇപ്പം സെയിം ആൻസിസ്റ്റേഴ്സ് ആയിരിക്കില്ല. അങ്ങനെയുള്ള ഇനിയാണ് ഔട്ട് ക്രോസ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രൊഡക്ടിവിറ്റി, മിൽക്ക് പ്രൊഡക്ഷൻ ഒക്കെ കൂടുതൽ, അല്ലെങ്കിൽ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഔട്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ക്രോസ് ബ്രീഡിംഗ്. ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് സുപ്പീരിയർ മെയിൽ ഓഫ് ഒരു ബ്രീഡും പിന്നെ സുപ്പീരിയർ ഫീമെയിൽ ഓഫ് അനദർ ബ്രീഡ്, രണ്ടിന്റെയും ബ്രീഡ് വ്യത്യാസമുണ്ട്. ക്രോസ് ബ്രീഡിംഗ് പേരും തന്നെ അറിയാം, 2 ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രീഡ് എടുത്തിട്ട്, രണ്ടും സുപ്പീരിയർ ആയിരിക്കും. എപ്പോഴും ബ്രീഡിങ്ങിന് 2 സുപ്പീരിയർ ആണ് എടുക്കുന്നത്. ആ ബ്രീഡ് തമ്മിൽ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാവുന്ന റിസൾട്ടന്റ് പ്രോജനി. അപ്പോ ക്രോസ് ബ്രീഡ് വഴി ഉണ്ടാവുന്നു പ്രോജനി. അപ്പം പ്രോജനി 2 ഡിഫറെന്റ് ബ്രീഡിനെ ക്രോസ് ചെയ്തിട്ട്, അപ്പൊ അതിനെയാണ് ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ക്രോസ് ബ്രീഡിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അതിനൊരു എക്സാമ്പിൾ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്തതാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ആ പേര് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ, ഇന്റർ സ്പെസിഫിക്. ഇന്റർ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ, സ്പെസിഫിക് ബിറ്റ്വീൻ സ്പീഷ്യസ്. അപ്പൊ 2 സ്പീഷ്യസ്, ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റ്വീൻ 2 സ്പീഷ്യസ് തമ്മിൽ നമ്മൾ അങ്ങനെ ഹൈബ്രിഡൈസ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെയിൽ ആൻഡ് ഫീമെയിൽ 2 ഡിഫറെന്റ് സ്പീഷീസ് ആയിരിക്കും. അപ്പം ഈ 2 പാരന്റ്സിന്റെയും ക്യാരക്ടേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. എക്സാമ്പിൾ, ഇതിന്റെ എല്ലാം എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ മ്യൂൾ അറിയാം. അതായത് മെയിൽ ആസും ഫീമെയിൽ ഹോഴ്സും കോവർഗ് എഴുതാന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ ദാറ്റ് ഇസ് മ്യൂൾ. അപ്പൊ മ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് ഔട്ട് ക്രോസിംഗ് ആണോ, ഇൻബ്രീഡിംഗ് ആണോ, ക്രോസ് ബ്രീഡിംഗ് ആണോ, ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ആണോ? അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു മെയിൽ ആസും ഹോഴ്സും ആണ്, കുതിരയും കഴുതയും തമ്മിലാണ്. അപ്പൊ എന്തായിരിക്കും? 2 ഡിഫറെന്റ് സ്പീഷീസ് അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ വിൽ ബി ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ, ഡി. ഓക്കെ, ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹിസാഡേൽ എന്ന് പറഞ്ഞൊരു ഷീപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഷീപ്പ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം പഞ്ചാബ്. പഞ്ചാബ് എന്നാണ് ഉണ്ടാക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. ഹിസാഡേൽ ഷീപ്പ് ഇസ് ഡെവലപ്ഡ് ഫ്രം പഞ്ചാബ്. പഞ്ചാബ് എന്നാണ് ഹിസാഡേൽ എന്ന ഷീപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ബൈ ക്രോസ് ബ്രീഡിംഗ്. ക്രോസ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു? ക്രോസ് ബ്രീഡിംഗ് പറഞ്ഞിരുന്നത് സുപ്പീരിയർ മെയിൽ ഓഫ് വൺ ബ്രീഡ് മീറ്റിംഗ് വിത്ത് സുപ്പീരിയർ ഫീമെയിൽ ഓഫ് അനദർ ബ്രീഡ്, അത് തമ്മിൽ മേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ക്രോസ് ബ്രീഡിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ക്രോസ് ബ്രീഡിംഗ് ചെയ്തിട്ട് ഉണ്ടാവുന്ന വിൽ ബി സ്റ്റേബിൾ സുപ്പീരിയർ ബ്രീഡ് ആയിരിക്കും.
ഓക്കെ, അപ്പൊ ആ ഉണ്ടായിരിക്കുന്ന ബ്രീഡിന്റെ പേരാണ് ഒന്ന് ഹിസാഡേൽ, ഒരു ഷീപ്പ് വെറൈറ്റിയാണ്, പഞ്ചാബിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ ആ ഷീപ്പ് വെറൈറ്റി ബിക്കനേരി ഈവ്സ് ആൻഡ് മെറീനോ റാംസ് എന്ന് പറയുന്ന പാരന്റ്സുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ചോദിക്കുന്നതാണ് ഹിസാഡേൽ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇമ്പോർട്ടന്റ് ആണ്, MOET. എന്താണ് MOET? മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. What is MOET? Multiple ovulation embryo transfer technology. അപ്പൊ അത് ആ ടെക്നോളജി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഈ കാറ്റിലാണ് കൂടുതൽ ഇംപ്രൂവ്മെന്റിന്, അതായത് ഹേർഡ് പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, സൂപ്പർ ഓവുലേഷൻ നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കുക, MOET എന്താണെന്നും അത് എവിടെയാണ് നടത്തുന്നത്, ഏതിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അപ്പൊ കൗവിലും കൂടുതലും ഇതിനെ ഹോർമോൺസ് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ട്, അപ്പൊ അതിനെ ഫോളിക്കുലാർ മെച്യൂറേഷൻ അല്ലെങ്കിൽ സൂപ്പർ ഓവുലേഷൻ നടത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഡ്യൂസ് സൂപ്പർ ഓവുലേഷൻ. അപ്പൊ സാധാരണ ഒരു എഗ് ഉണ്ടാവുന്നതിന്, ഒവ്യൂൾ ഉണ്ടാവുന്നതിന് പകരം ഈ 6-8 എഗ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇൻ എ സൈക്കിൾ. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ അങ്ങനെയുള്ള ഒരു ഫീമെയിൽ, അതായത് ഈ കൗ ആണെങ്കിലും ബഫല്ലോ ആണെങ്കിലും ഇതിനെ ഇങ്ങനെ ഈ എന്താണ് ഓഫ് സ്പ്രിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതായത് പരിപാലിച്ചു പോകുന്നുണ്ടാവും MOET ചെയ്യുന്നതിനായിട്ട്. അപ്പൊ അതിന് ഇറ്റ് ഇസ് മേറ്റഡ് വിത്ത് ആൻഡ് സുപ്പീരിയർ ബുള്ളുമായിട്ട് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്യുമ്പം ഈ അതായത് എന്താണ് ഇതില് മൾട്ടിപ്പിൾ ഓവുലേഷൻ, സൂപ്പർ ഓവുലേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മൾട്ടിപ്പിൾ ഓവുലേഷൻ. അപ്പൊ ഈ ടെക്നോളജി ഓക്കെ എന്താണ് ഏതിലൊക്കെയാണ് റാബിറ്റ്, ബഫല്ലോ, ഷീപ്പ്, കാറ്റിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. ഇപ്പൊ ഹൈ ഈൽഡിങ് ഫീമെയിൽ വിത്ത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അതിനെയാണ് ഫീമെയിൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ വിത്തിൻ എ ഷോർട്ട് ടൈം സാധാരണ ഒരു പ്രോജനി ഉണ്ടാവുന്നതിന് പകരം നമുക്ക് ഇതിന്ന് എന്താ ഈ ഏതാണോ ഷീപ്പാണോ കാറ്റിൽ, ഏത് കാറ്റിലാണെങ്കിലും ഈ ഫീമെയിൽ പാരന്റ് ആയിട്ട് കൺസിഡർ ചെയ്തതിന് നമുക്ക് അതിന്ന് മൾട്ടിപ്പിൾ ഓവുലേഷൻ നടത്തിയിട്ട് ആ ഓവ്യൂളെല്ലാം എടുത്ത് സറോഗേറ്റ് മദറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ടെക്നിക്കിനെയാണ് MOET എന്ന് പറയുന്നത്. Then next, which of the following is not related to artificial insemination? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആർട്ടിഫിഷ്യലി ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ആദ്യത്തേതിൽ സെമൻ ക്യാൻ ഓൺലി ബി സ്റ്റോർഡ് ഇൻ ഹോട്ട് വാട്ടർ. Semen can be transported in a frozen form. Semen can be used immediately. Semen can be stored and kept for later use. അപ്പൊ അതിൽ ഏതായിരിക്കും? നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, ഈ സെമൻ എന്ന് പറയുന്നത് അതിന് ഹോട്ട് വാട്ടറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ. Then next is beekeeping. Beekeeping പേര് തന്നെ എല്ലാവർക്കും അറിയാം. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, അപ്പിക്കൾച്ചർ. അതായത് ഹണി ബീസിനെ മെയിൻറ്റെയിൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഹണി യൂസ്ഫുൾ ആണല്ലേ. അതിന് വേരിയസ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഹണി ഉണ്ട്, ബേവാക്സ് ഉണ്ട്, പിന്നെ അതുപോലെ സിറപ്പ് ഉണ്ട്. അങ്ങനെ പല അല്ലെങ്കിൽ ഹണി പ്രോഡക്ട്സും ഉണ്ടാക്കുന്നുണ്ട്. കോസ്മെറ്റിക്സും പോളിഷസും പിന്നെ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതില് ബീസ് എന്ന് പറയുന്നത് കോമൺ സ്പീഷീസ് ഓഫ് ബി എന്ന് പറയുന്നത് അപ്പിസിൻഡിക്കയാണ്. അപ്പിസിൻഡിക്ക. ഓക്കെ, പിന്നെ അപ്പിസിൻഡിക്കയാണ് സാധാരണ നമ്മള് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കോമൺലി ഫൗണ്ട് ഇൻ ഇന്ത്യ, അതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ അതില് അപ്പിസിൻഡിക്കയാണ്. പിന്നെ ഇതില് അപ്പിസിൻഡിക്ക ഇന്ത്യയിൽ കാണാത്ത അതേതാന്ന് വെച്ചാൽ അപ്പിസ് മെല്ലിഫെറ. അപ്പിസ് മെല്ലിഫെറ ഇന്ത്യയിൽ കാണുന്നില്ല. അപ്പിസ് മെല്ലിഫെറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂറോപ്യൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ ബി ആണ്. പിന്നെ ഈ ഹണി ബീസിൽ തന്നെ അപ്പിസ് ഇൻഡിക്ക ഉണ്ട്, അപ്പിസ് മെല്ലിഫെറ ഉണ്ട്, അപ്പിസ് ഡോർസെറ്റ ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ്
അപ്പിസ് ഡോർസെറ്റ. അപ്പിസ് ഡോർസെറ്റയാണ്. അപ്പിസ് ഡോർസെറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് ഹണി ബി. ആൻഡ് അതിന് വേറൊരു പേരും കൂടിയുണ്ട്. റോക്ക് ബി എന്ന് പറയുന്നത്. ഓക്കെ. The next is fisheries. ഫിഷറീസില് അപ്പം അതെന്താ ഫിഷിംഗ് ഇൻഡസ്ട്രി അല്ലേ? അപ്പൊ അതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മീൻ പിടിക്കുന്നുണ്ട് അല്ലെ? പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെന്താ അത് അപ്പോൾ തന്നെ സെല് ചെയ്ത് പോയില്ല എന്ന് പറഞ്ഞാല് ടു പ്രോസസ് പല ടൈപ്പ് ഓഫ് ഫിഷസ് ഉണ്ട്. ഷെൽ ഫിഷ് ഉണ്ട്, അക്വാട്ടിക് ഫിഷസ് ഉണ്ട്, മറൈൻ ഫിഷസ് ഉണ്ട്. അതായത് ഫ്രഷ് വാട്ടർ ഫിഷസ്, മറൈൻ ഫിഷസ്. അപ്പൊ അതില് ചോദിക്കുന്ന ചോദ്യമാണ് ഏതാണ് ഫ്രഷ് വാട്ടർ ഫിഷസ്, മറൈൻ ഫിഷസ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കണം. ഫ്രഷ് വാട്ടർ ഫിഷസ് നിങ്ങൾക്ക് അറിയാം, കട്ട്ല, റോഹു, തിലാപ്പിയ, കാർപ്പ്, അങ്ങനെയുള്ളതെല്ലാം ഫ്രഷ് വാട്ടർ ഫിഷസ് ആണ്. പിന്നെ അതുപോലെ മറൈൻ ഫിഷസ്, ഹിൽസ, സാർഡൈൻ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ അതായിരുന്നു, നോട്ട് എ മറൈൻ ഫിഷ് എന്നായിരുന്നു. അപ്പൊ അതില് 3 കട്ട്ല, റോഹു, കോമൺ കാർപ്പ്, അങ്ങനെ ഹിൽസ് അത് തന്നിട്ടുണ്ട്. അപ്പൊ അതില് മറൈൻ ഫിഷ് അല്ലാത്തത് ഏതാന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ യു ഹാവ് ടു സ്റ്റഡി ദ മറൈൻ ഫിഷ് ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് ഏതാണെന്ന് പഠിക്കണം. അപ്പൊ ഫ്രഷ് വാട്ടർ കട്ട്ല, റോഹു, കോമൺ കാർപ്പ്, അങ്ങനെ. നെക്സ്റ്റ് അപ്പം ഇത് ഇനിയാണ് നമ്മളെ ഫിഷറീസിൽ ഉൾപ്പെട്ടത്. അപ്പൊ അതില് അക്വാകൾച്ചർ ഉണ്ട്, പിസി ഉണ്ട്. ഓക്കെ. അപ്പൊ ഫിഷറീസ് എന്താ ഈ ഫിഷറീസിന് ഇതിന്റെ ഡെവലപ്മെന്റും ഫ്ലറിഷിംഗ് ഒക്കെ ചെയ്യുന്നതിനെയാണ് ഫിഷർ അല്ലെങ്കിൽ ഫിഷിംഗ് ഇൻഡസ്ട്രീന്റെ ഡെവലപ്മെന്റും ഫ്ലറിഷിംഗും ഒക്കെ നടന്നു വരുന്നതിനെയാണ് ബ്ലൂ റെവല്യൂഷൻ കേട്ടിട്ടുണ്ടാവും അല്ലെ? ബ്ലൂ റെവല്യൂഷൻ മീൻസ് ഡെവലപ്മെന്റ് ആൻഡ് ഫ്ലറിഷ്മെന്റ് ഓഫ് ഫിഷിംഗ് ഇൻഡസ്ട്രി. ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് ആനിമൽ ഹസ്ബൻഡറിയാണ് നോക്കിയിരുന്നത്. അപ്പൊ അതില് ജസ്റ്റ് എന്താണ് ആനിമൽ ഹസ്ബൻഡറി എന്നും, അപ്പം ആനിമൽ ഹസ്ബൻഡറിയിൽ നമ്മൾ വേരിയസ് വി ആർ കെയറിങ് അല്ലെങ്കിൽ ബ്രീഡിങ് ഓഫ് ലൈഫ് സ്റ്റോക്കിന് കെയർ ചെയ്യുന്നുണ്ട്, ബ്രീഡ് ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അതിൽ പിന്നെ അതുപോലെ പൗൾട്രി ഫാമും ഫിഷറീസിനെയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന ആ ടോപ്പിക്കാണ് ഇന്ന് നോക്കിയിരുന്നത്. അപ്പൊ ഇത് പഠിച്ചേക്കുക. ഇതെന്ന് ചോദിക്കാം, ഒരു ചോദ്യം ചിലപ്പം വന്നെന്നിരിക്കും. അപ്പൊ അതിൽ ഡയറി ഫാം മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ ദെൻ അതുപോലെ പൗൾട്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താ ഡൊമസ്റ്റിക്കേറ്റിംഗ് അല്ലെ? വി ആർ ഡൊമസ്റ്റിക്കേറ്റിംഗ് ബേർഡ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ഫുഡിനും എഗ്ഗിനും ഒക്കെ വേണ്ടിയിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സ്. പിന്നെ അതുപോലെ ആനിമൽ ബ്രീഡിങ്ങിൽ നമ്മളൊരു ബ്രീഡിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ബ്രീഡിങ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഓഫ് ജീനോടൈപ്പ്, നമ്മൾ ജീനോടൈപ്പ് മോഡിഫൈ ചെയ്തിട്ട് ഒരു ഓർഗാനിസത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ആനിമൽ ബ്രീഡിങ് 2 തരത്തിലുണ്ട്, ഇൻബ്രീഡിങ് ആൻഡ് ഔട്ട് ബ്രീഡിങ്. അപ്പൊ ഇൻബ്രീഡിങ് എന്താന്ന് പറഞ്ഞു, ഔട്ട് ബ്രീഡിങ് എന്തെന്ന് പറഞ്ഞു. ഔട്ട് ബ്രീഡിങ് തന്നെ 3 തരത്തിലുണ്ട്, ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിങ് ആൻഡ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അതിന്റെ എല്ലാം എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമ്പിൾസ് ചോദിക്കും. പിന്നെ MOET, പിന്നെ അതുപോലെ ബീ കീപ്പിംഗ് അല്ലെങ്കിൽ അപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് അതില് ബി. ദെൻ അപ്പിസ് ഡോർസെറ്റ, അപ്പിസ് മെല്ലിഫറ. അപ്പിസ് ഡോർസെറ്റ ആണ് ലാർജസ്റ്റ് ബി. അപ്പിസ് മെല്ലിഫറ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കാണാത്ത ബി ആണ്. അപ്പിസ് മെല്ലിഫറ ഇന്ത്യയിൽ കാണാത്തതെന്ന് പറയുന്നില്ല, ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇറ്റാലിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ ബി ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇസ് ഫിഷറീസ്. ഫിഷറീസിൽ just we are dealing with fishing industry. കാച്ചിങ്, പ്രോസസിങ്, സെല്ലിങ്. ഇപ്പം ഈ സെല്ലിങ് ഓഫ് ഫിഷസ്, പ്രോസസിങ് ഓഫ് ഫിഷസ്. അപ്പൊ ഈ പ്രോസസിങ് തന്നെ പലതരത്തിലെ ഫിഷിങ്ങിന്. അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എങ്ങനെയാണ് പ്രോസസിങ്? ചില്ലിങ്, ബേക്കിംഗ്, കാനിങ്, സോൾട്ടിങ്. അപ്പൊ ഇത് മെത്തേഡ്സ് ഓഫ് പ്രോസസിങ്. അപ്പൊ ഇതില് ഈ പ്രോസസിങ് മെത്തേഡ്സിൽ ഉൾപ്പെടാത്തത് എന്തെന്നാണ് ഈ ലാസ്റ്റത്തെ ചോദ്യം. ചില്ലിങ്, ബേക്കിംഗ്, കാനിങ് ആൻഡ് സോൾട്ടിങ്. അപ്പൊ അറിയാലോ ഏതായിരിക്കും?
നമ്മൾ ചില്ലിംഗ് എന്ന് പറഞ്ഞ ഫിഷസിനെയൊക്കെ ലോ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെ, പ്രിസർവ് ചെയ്യുന്നുണ്ട്. ദെൻ ബേക്കിംഗ് ചെയ്യുന്നുണ്ടോ? ബേക്കിംഗ് ചെയ്തിട്ട് അപ്പൊ തന്നെ കഴിക്കാനല്ലേ പറ്റുള്ളൂ, അല്ലാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. ദെൻ കാനിങ്, അല്ലെ, ടിന്നിലൊക്കെ ആക്കി വെക്കുന്നുണ്ട്. സോൾട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏത് മെത്തേഡ് ആണ് പ്രോസസ്സിങ് ചെയ്യുന്നതിന് ഉപയോഗിക്കാത്ത? ബേക്കിംഗ്. ബാക്കിയെല്ലാം പ്രോസസ്സിങ് മെത്തേഡ്സ് ആണ്. അപ്പൊ ഇത്രയാണ് ഈ ആനിമൽ ഹസ്ബൻഡറിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം നന്നായി പഠിച്ചേക്കുക. അതിന്റെ ഒരു കണ്ടിന്യൂഷനും കൂടി ഉണ്ട്. ഇനി പ്ലാൻ റീഡിംഗ് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.